ലോകത്തിലെ സർക്കാരുകളെയും വമ്പൻ കമ്പനികളെയും നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഭീമൻ. എന്നാൽ നമ്മളിൽ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പേര്, ബ്ലാക്ക് റോക്ക്. ആരാണ് ഈ ബ്ലാക്ക് റോക്ക്? എങ്ങനെയാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായത്? ഇന്ത്യയിൽ മുൻപ് അവർ എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോൾ ജിയോയുമായി ചേർന്ന് എന്താണ് അവരുടെ ലക്ഷ്യം? ഇന്ന് നമ്മൾ ബ്ലാക്ക് റോക്കിന്റെ ചരിത്രവും വർത്തമാനവും വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാന മുന്നറിയിപ്പ്. ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല, നിക്ഷേപങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുകയുമല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. ലോകത്തിലെ ഒരു സുപ്രധാന കമ്പനിയെ കുറിച്ച് വിവരങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വന്തം പഠനത്തിനും ഉത്തരവാദിത്വത്തിനും പുറത്തു മാത്രം ചെയ്യുക. എന്താണ് ബ്ലാക്ക് റോക്ക്? ലളിതമായി പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അതായത് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ, വൻകിട കോർപ്പറേറ്റുകൾ, പെൻഷൻ ഫണ്ടുകൾ, എന്തിന് സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾ എന്നിവരുടെ പണം നിക്ഷേപിച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. അവരുടെ നിയന്ത്രണത്തിലുള്ള ആസ്തി എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം $10 ട്രില്യൺ. അതായത് ഇന്ത്യയുടെയും ജപ്പാന്റെയും ജർമ്മനിയുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥ ഒരുമിച്ച് ചേർത്തതിനേക്കാൾ വലിയ തുക. അതുകൊണ്ടാണ് ബ്ലാക്ക് റോക്കിനെ ലോകത്തെ പണം നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തി എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. 1988 ലാറി ഫിങ്ക് എന്നയാളും അദ്ദേഹത്തിന്റെ 7 പങ്കാളികളും ചേർന്നാണ് ന്യൂയോർക്കിൽ ബ്ലാക്ക് റോക്കിന് തുടക്കം കുറിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം പണം നിക്ഷേപിക്കുക എന്നതിലുപരി നിക്ഷേപങ്ങളിലെ റിസ്ക് കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു. ഇതിനായി അവർ അലാഡിൻ എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു. ലോകത്തിലെ ഏത് നിക്ഷേപത്തിലുമുള്ള റിസ്ക് കണ്ടെത്താൻ കഴിവുള്ള ഒരു സാമ്പത്തിക സൂപ്പർ കമ്പ്യൂട്ടറാണ് അലാഡിൻ. ഈ സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് റോക്കിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും അതിവേഗം വളർത്തിയതും. ഇന്ത്യയിലെ ആദ്യ വരവ്. ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ പുതിയതാണോ എന്ന്. അല്ല, ഇവിടെയാണ് ഞങ്ങളുടെ മുൻ വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിന്റെ പ്രസക്തി. അദ്ദേഹത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ബ്ലാക്ക് റോക്ക് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ DSP ഗ്രൂപ്പുമായി ചേർന്ന് DSP ബ്ലാക്ക് റോക്ക് എന്ന പേരിൽ അവർ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ഒന്നായിരുന്നു ഇത്. നമ്മളിൽ പലരും ഒരുപക്ഷെ DSP ബ്ലാക്ക് റോക്കിന്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകാം. എന്നാൽ 2018 ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായി ബ്ലാക്ക് റോക്ക് തങ്ങളുടെ 40% ഓഹരികളും DSP ഗ്രൂപ്പിന് കൈമാറി ഇന്ത്യയിലെ ആ അധ്യായം അവസാനിപ്പിച്ചു. രണ്ടാം വരവ് ഇപ്പോഴിതാ. വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് റോക്ക് ഇന്ത്യയിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമായ റിലയൻസിന്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസസുമായി കൈകോർത്തുകൊണ്ട്. ഇതൊരു 50-50 സംയുക്ത സംരംഭമാണ്. ബ്ലാക്ക് റോക്കിന്റെ ആഗോള വൈദഗ്ധ്യവും ജിയോയുടെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ഉപഭോക്താക്കളിലേക്കുള്ള സ്വാധീനവും ചേരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു മാറ്റമാണ്. ഏറ്റവും പുതിയ വാർത്ത, ഈ സഖ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപ ഉപദേശങ്ങളുമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഇപ്പോഴിതാ ഈ കൂട്ടുകെട്ടിലെ ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ബ്രോക്കിംഗ് കമ്പനിയായ ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിങ്ങിന് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സൗകര്യമൊരുക്കുന്ന ബ്രോക്കറായി പ്രവർത്തിക്കാൻ സെബിയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ചിരിക്കുന്നു. ഇതിനർത്ഥം സിറോദ, ഗ്രോ പോലുള്ള കമ്പനികൾക്ക് കടുത്ത മത്സരം നൽകിക്കൊണ്ട് സാധാരണക്കാർക്ക് ഓഹരി നിക്ഷേപം നടത്താൻ കുറഞ്ഞ ചിലവിലുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി വന്നു എന്നതാണ്. ചുരുക്കത്തിൽ റിസ്ക് മാനേജ്മെന്റിൽ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ പണത്തിന്റെ സൂക്ഷിപ്പുകാരായി മാറി. ഇന്ത്യയിൽ DSPയുമായി ചേർന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ ജിയോയുമായി ചേർന്ന് ഓഹരി വിപണിയിൽ വരെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ബ്ലാക്ക് റോക്ക്. ഈ വരവ് ഇന്ത്യൻ നിക്ഷേപ രംഗത്ത് എന്ത് തരംഗമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഒരു നിക്ഷേപ ഉപദേശമായി ഇതിനെ കണക്കാക്കരുത്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.